നിങ്ങളുടെ അടുത്ത എക്സസൈസ് 5 ലാസ്റ്റ് എക്സസൈസ് ആണ് 84ാമത്തെ പേജ്. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ശ്രദ്ധിച്ചു കാണുക. സോ ദർ ആർ 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ് ഇൻ ക്ലാസ് 10A. അതായത് 10Aയിൽ 10ാം ക്ലാസ്സിലെ 2 ഡിവിഷൻ ഉണ്ട്. 10Aയിൽ 30 ബോയ്സും പിന്നെ എത്ര 20 ഗേൾസും ഉണ്ട്. മനസ്സിലായി? 10Aയിലാണ്. സോ 10Aയിൽ 30 ബോയ്സും 20 ഗേൾസും, അപ്പോൾ 32 50 പേര് ടോട്ടൽ അല്ലേ. 10Bയിലും 10Bയിൽ ആണ് 10B. 10Bയിൽ എത്ര പേരുണ്ട്? 15 ബോയ്സും 25 ഗേൾസും. 15 ബോയ്സും 25 ഗേൾസും. മനസ്സിലായി? അപ്പോൾ ടോട്ടൽ എത്ര? 25 35 40. ഇവിടെ 50ഉം അപ്പുറത്ത് എത്രയാണ്? 40 അല്ലേ. 25 15. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ഗേൾസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ കേസ് പറയാം. അതിന് ടോട്ടൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ടോട്ടൽ കേസ് എത്രയാണ്? അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. ടോട്ടൽ കേസ് 50 × 40 എത്രയാണ്? 200. ഇതാണ് ടോട്ടൽ കേസ്. ആദ്യത്തെ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ്. 2 ഗേൾസ് ആണ്. മനസ്സിലായി? 2 ഗേൾസ് ആണ്. 2 എന്താണ്? ഗേൾസ്. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഗേൾസും ഇവിടെയുള്ള ഗേൾസും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെയുള്ള ഗേൾസ് എത്രയാണ്? 20. സോ 20 ഗേൾസ് ഇന്ത്യ. ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്? 25. അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ. ഗേൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ 2000 അല്ല 2000. സോ ഡിവൈഡഡ് ബൈ 2000. മനസ്സിലായാലോ? സോ ഗേൾസ് എന്ന് പറയുമ്പോൾ എന്നാ? ഗേൾസ് മാത്രം 20ഉം 25 കേട്ടോ. 20ഉം 25. ബാക്കി എത്ര? ടോട്ടൽ 2000 വെച്ച് ഡിവൈഡ് ചെയ്യും. 25 × 20 എത്രയാണ്? 25 × 50 ആണ്. 500/2000. സിംപ്ലിഫൈ ആയി ചെയ്യാം കേട്ടോ. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ബോത്ത് ബോയ്സ്. 2 ബോയ്സ് ആണ്. 2 ബോയ്സ് ആണ്. ബോയ്സ് 2 ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗേൾസ് പറഞ്ഞുകൊണ്ട് 20ഉം 25 എടുത്തു. 2 ഗേൾസ്. 2 ബോയ്സ് ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബോയ്സും ഇവിടുത്തെ ബോയ്സും എടുക്കുക. 30ഉം 15. അപ്പോൾ എന്നാലും 30 × 15 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എത്ര? 2000. അത് മാറത്തില്ല അല്ലേ. 15 × 3 എത്രയാണ് പിള്ളേരെ? 450 അല്ലെ. 45 450 വരും. 450/2000. സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചെയ്യുന്നില്ല. ഇനി വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ അല്ലേ. രണ്ടാം ചോദ്യം 1 ബോയ് 1 ഗേൾ. 1 ബോയ് ആൻഡ് 1 ഗേൾ. ഒരു ബോയും ഒരു ഗേൾ. അതെത്രയാണ്? ഒരു ബോയും ഒരു ഗേൾ. ഒരിടത്തുനിന്ന് ഒരു ബോയ് ആണെങ്കിൽ മറ്റിടത്തുനിന്ന് ഒരു ഗേൾ. മനസ്സിലായാലും? ഇത് ആദ്യത്തെ 2 ഗേൾസ്, രണ്ടാമത്തെ 2 ബോയ്സ്. ഒരു ഗേൾ ഒരു ബോയ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തേൽ നിന്ന് ബോയ് എടുത്താൽ രണ്ടാമത്തേൽ നിന്ന് ഗേൾ എടുക്കും അല്ലെ. ഒരു ബോയും ഒരു ഗേളും. അപ്പോൾ ഞാൻ ആദ്യത്തേൽ നിന്ന് ബോയ് എടുത്തു. അപ്പോൾ എത്ര ബോയ് ഉണ്ട്? 30 ബോയ് ഉണ്ട് അല്ലെ. 30 ബോയും. ഞാൻ ബോയ് ഇവിടെ എടുത്താൽ ഇവിടുന്ന് ഗേളെ എടുക്കുള്ളൂ 25 ഗേൾസ്. ഓർ തിരിച്ചു ആവാം. ഓർ എന്ന് പറയുമ്പോൾ മാക്സിൽ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലസ് വെച്ചിട്ടാണ് കേട്ടോ. ഓർ പറയുന്നത് മാക്സിൽ പ്ലസ് വെച്ചിട്ടാണ്. തിരിച്ച് ഇവിടുന്ന് ഗേളെ എടുത്തിട്ട് ഇവിടുന്ന് ബോയിനെ എടുത്തൂടെ അല്ലെ. അതായത് തിരിച്ച് ഇത് ബോയ് ഗേള്, ഇത് ഗേള് ബോയ്. എത്ര? 20 × 15 ഡിവൈഡഡ് ബൈ ടോട്ടലിൽ മാറ്റില്ല. ടോട്ടൽ എപ്പോഴും 2000 ആയിരിക്കും. മനസ്സിലായാലോ? അതെങ്ങനെയാണ് മനസ്സിലായാലോ? ഇത് ആദ്യത്തിൽ നിന്ന് ബോയും ഇവിടുന്ന് എന്താ ഗേളും. 25 ഗേളും. ഇവിടെയോ 20 ഗേളും. ഇവിടുത്തെ എത്ര? പോയി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ആദ്യത്തേലെ പോയും രണ്ടാമത്തേലെ പോയും. ഇത് ആദ്യത്തേലെ ഗേളും രണ്ടാമത്തേലെ പോയും. ഇത് എത്ര ഇടാം? 30 × 25 750. 20 × 15 15 2 30 അല്ലേ. 300 അല്ലേ. ഡിവൈഡ് ബൈ 2000. ഇപ്പോൾ എത്ര? 1050 ഡിവൈഡ് ബൈ 2000. 1050 ഡിവൈഡ് ബൈ എത്രയാ? 2000. കുഴപ്പമില്ല. കൂട്ടുന്നതൊക്കെ എന്നെ പറഞ്ഞേക്കല്ലേ, നിങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. 1050. ഇനി അടുത്തത് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ബോയ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ്. എടാ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ 2 ക്ലാസ്സിൽ എടുക്കുന്നുണ്ട് അല്ലേ. 2 ക്ലാസ്സിൽ നിന്ന് ഓരോരുത്തർ വയസ്സ് എടുക്കുന്നുണ്ട്. അതിൽ കുറഞ്ഞത് ഒരു ബോയെങ്കിലും നിർബന്ധമായിട്ടും വേണം. ഈ കുറഞ്ഞതിൻ്റെ മീനിങ് അല്ല, കുറഞ്ഞത് ഒരാളെങ്കിലും വേണം അല്ലേ. കുറഞ്ഞതിൻ്റെ മീനിങ് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഇവിടുന്ന് പോയി എടുത്താലും ഇവിടുന്ന് പോയി എടുക്കുമെന്ന് പ്രശ്നമുണ്ടോ? രണ്ടിടത്തുനിന്നും പോയി എടുക്കാം. അതായത് ആദ്യത്തേൽ നിന്ന് ഞാൻ പോയി എടുത്തു, രണ്ടാമത്തേൽ നിന്നും പോയി എടുത്തു. കുഴപ്പമില്ല. കുറഞ്ഞത് ഒരു ബോയെങ്കിലും ഉണ്ട്. ഇനി വേറെ കേസ് ഏതാ? ആദ്യത്തേൽ ഞാൻ പോയി എടുത്തു, രണ്ടാമത്തേൽ ഞാൻ ഗേൾ എടുത്തു. ഇപ്പോഴും ഒരു ബോയ് കുറഞ്ഞുണ്ടല്ലോ. യെസ്. ഞാൻ ഇങ്ങനെ എടുക്കാം. ആദ്യത്തേൽ നിന്ന് ഗേൾ എടുത്തു, രണ്ടാമത്തേൽ നിന്ന് പോയി എടുത്തു. കുഴപ്പമില്ല. ഇതെന്റെ മീനിയനാ. ആദ്യത്തേൽ നിന്നും പോയി രണ്ടാമത്തേൽ നിന്നും പോയി. ഇത് ആദ്യത്തേൽ നിന്ന് പോയി രണ്ടാമത്തേൽ നിന്ന് ഗേൾ. ആദ്യത്തേൽ നിന്ന് ഗേൾ, രണ്ടാമത്തേൽ നിന്ന് പോയി. എനിക്ക് ഈ കേസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം രണ്ടിനകത്തുനിന്നും ഗേൾസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. കുറഞ്ഞത് ഒരു പോയി നിർബന്ധമായിട്ടും വേണം. സോ ഈ 3 കേസ് എടുക്കണം. അതായത് ആദ്യത്തേലും പോയി രണ്ടാമത്തേലും പോയി. ഇവിടെ ആദ്യത്തേൽ പോയി രണ്ടാമത്തേൽ ഗേൾ. ഇവിടെ ആദ്യത്തേൽ ഗേൾ, രണ്ടാമത്തേൽ പോയി. കാരണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 പോയി ഉണ്ട്. കുറഞ്ഞത് ഒരെണ്ണേ ഉള്ളൂ വരട്ടുള്ളൂ. എടാ കുറഞ്ഞത് 30 മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞാൽ 30 മാർക്കല്ല. 31 ആയാലും കുഴപ്പമില്ല, 32 ആയാലും കുഴപ്പമില്ല, 33 ആയാലും കുഴപ്പമില്ല, ഫുള്ള് മേടിച്ചാലും കുഴപ്പമില്ല. അത് തന്നെ കേട്ടോ. 2 ബോയ് ആവാം, 1 ബോയ് ആയാലും കുഴപ്പമില്ല.
പക്ഷെ ബോയ് ഇല്ലാത്ത കേസ് എടുക്കരുത്. ഇവിടെ ബോയ് ഇല്ല, അത് എഴുതാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് മീനിങ് മനസ്സിലാക്കുക. ഇത് 3 എഴുതണം. അപ്പോൾ 2 ബോയ് വരുന്ന കേസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 2 ബോയ് വരുന്നത് കേട്ടോ. ഇത് അല്ലേ 30 × 15 കേട്ടോ. BB എന്ന് പറഞ്ഞാൽ എന്താ 30 × 15. അത് വന്ന് മനസ്സിലായാലും 30 × 15 വന്നാൽ എങ്ങനെയാണ് കേട്ടോ. 30 × 15 രണ്ടിടത്തുനിന്നും പോയി, ഇവിടെ നിന്നും പോയി, ഇവിടെ നിന്നും പോയി. ഇനി അടുത്ത ആദ്യത്തേൽ പോയി രണ്ടാമത്തേൽ കയറി. സോ ആദ്യത്തേൽ പോയി രണ്ടാമത്തേൽ കയറി 30 × 25 പ്ലസ് ആദ്യത്തേൽ കയറി രണ്ടാമത്തേൽ പോയി 20 × 15 ഡിവൈഡ് ബൈ ടോട്ടലി മാറ്റില്ല എത്രയാണ് 2000. സോ 30 × 15 എത്രയാണ് 450. ഇതെത്രയാണ് 750. ഇതെത്രയാണ് 300 അല്ലേ. എത്ര കിട്ടി 1100 1200 1200 പ്ലസ് 300 1500. സോ 1500 ബൈ 2000. ഇതാണ് ആൻസർ. കുഴപ്പമില്ലല്ലോ. യെസ്.